2025 ഏപ്രിൽ 1 മുതൽ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ആദായ നികുതി, ക്രെഡിറ്റ് കാർഡുകൾ, UPI, GST, ബാങ്കിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 1 മുതൽ ATM വഴി പണം പിൻവലിക്കുന്നതിൽ മാറ്റം വരികയാണ്. മറ്റു ബാങ്കിലെ ATMകളിൽ നിന്ന് പ്രതിമാസം 3 തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ തവണ പിൻവലിക്കുകയാണെങ്കിൽ ഓരോ പിൻവലിക്കലിനും 20 മുതൽ 25 രൂപ വരെ ഈടാക്കും. കൂടാതെ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ മാറ്റങ്ങൾ ഏപ്രിൽ 1 പ്രാബല്യത്തിലാകും. ബാങ്ക് ശാഖ ഇരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാകും മിനിമം ബാലൻസ് തുകയും അത് പാലിച്ചിട്ടില്ലെങ്കിലുള്ള പിഴയും ഈടാക്കുക. ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന UPI അക്കൗണ്ടുകൾ നിർത്തലാക്കും. അതോടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകും. റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 50,000 രൂപയ്ക്ക് മുകളിൽ ചെക്കുകൾ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടി വരും. കൂടാതെ ശമ്പളക്കാരായ ആദായ നികുതി ദായകർക്ക് അവരുടെ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി അടയ്ക്കേണ്ടതില്ല. റിസർവ് ബാങ്കിന്റെ പുതിയ ചട്ടപ്രകാരം ബാങ്ക് വായ്പകൾ അനുവദിക്കുന്നതിൽ മുൻഗണനാക്രമം കൊണ്ടുവന്നിട്ടുണ്ട്. ഭവന നിർമ്മാണം, കൃഷി, കയറ്റുമതി, വിദ്യാഭ്യാസം, പൊതുനിർമ്മാണം, പുനരുൽപാദന ഊർജം എന്നീ മേഖലകളിലാണ് റിസർവ് ബാങ്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഴയ പെൻഷൻ സമ്പ്രദായത്തിന് പകരമായി ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ മാറ്റം ഏകദേശം 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ ബാധിക്കും. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ളവർക്ക് അവരുടെ അവസാന 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ പെൻഷൻ ലഭിക്കും. GST നിയമനത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. GST പോർട്ടൽ ഉപയോഗിക്കുന്ന നികുതിദായകർക്ക് MFA എന്ന പുതിയ സുരക്ഷാ സവിശേഷത നിർബന്ധമാക്കും. ഏപ്രിൽ 1 മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്.